മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 21 വാക്യം. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഈ ലോകത്തിലെ സമ്പത്ത് കൊണ്ട് ഒന്നും നേടാനില്ലെന്നും അത് നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനില്ലെന്നും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങ് വചനത്തിലൂടെ പറയുന്നത് അങ്ങയുടെ വാക്കാണല്ലോ ഈശോയെ. അത് തിരിച്ചറിയുവാനുള്ള വിവേകം തന്നതിന് നന്ദി പറയുന്നു. ഈശോയെ, മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും വെട്ടിപ്പിടിച്ച അന്യായ പലിശയ്ക്കും അന്യായമായി വഞ്ചിച്ചും മറ്റുള്ളവരെ ചതിച്ചും കൂടപ്പിറപ്പുകളെയും നാട്ടുകാരെയും വീട്ടുകാരെയും ചതിച്ചും ഉണ്ടാക്കിയ പണം നേടി നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല. ഇതെല്ലാം ഭൂമിയിൽ അനുഭവിക്കുന്ന കുടുംബവും മക്കളും ഉണ്ടാകും. അവർക്കാർക്കും ഇതിനകത്ത് പങ്കില്ല. തെറ്റ് ചെയ്ത് ഈ ലോക ജീവിതം വിട്ടുകഴിയുമ്പോൾ തമ്പുരാൻ നിന്നോട് ചോദിക്കുമ്പോൾ നിനക്ക് മാത്രമാണ് ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തത്തെ മറ്റാരിലേക്ക് ചാരിക്കൊടുക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഈശോയെ, നിത്യജീവനായ സമ്പത്തിനു വേണ്ടി അധ്വാനിച്ച് നമ്മുടെ അധ്വാന ഫലം മാത്രം, യഥാർത്ഥമായ വിയർപ്പിൻ്റെ ഫലം മാത്രം മക്കൾക്ക് കൊടുക്കുക. അപ്പോൾ മക്കൾക്കും ഭൂമിയിൽ സുഖമായി ജീവിക്കാനും സാധിക്കുന്നു. അന്യായമായി ഉണ്ടാക്കിയ വിയർപ്പിൻ്റെ ഫലം അത് ആശുപത്രിയിലോ മറ്റോ പോകും. ഈശോയെ, എനിക്ക് വേണ്ടി എൻ്റെ നിത്യജീവന് വേണ്ടി സമ്പാദിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണേ നാഥ. വന്നുപോയ വീഴ്ചകളും കുറ്റങ്ങളും കുറവുകളും ഞങ്ങളോട് പൊറുക്കണേ നാഥ. എല്ലാം വാരിക്കൂട്ടി സമ്പാദിച്ചു കൊടുത്തിട്ട് മക്കൾ ചോദിക്കും, ഞങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നോ? അപ്പന് വേണ്ടി അപ്പൻ ജീവിക്കണമായിരുന്നു, അല്ലെ അമ്മയ്ക്ക് വേണ്ടി അമ്മ ജീവിക്കണമായിരുന്നു എന്ന് പറഞ്ഞ് സർവ്വസമ്പത്തും എഴുതി മേടിച്ച് മാതാപിതാക്കന്മാരെ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ എല്ലാം എഴുതി മേടിച്ചിട്ട് അനാഥാലയത്തിൽ പറഞ്ഞു വിടുന്ന കാലഘട്ടമാണ്. ആ മക്കൾക്ക് വേണ്ടി സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തി എന്തിനാണ് നമ്മൾ നമ്മുടെ ജീവനെ, ആത്മാവിനെ കളയുന്നത്? നമ്മുടെ വിയർപ്പിൻ്റെ ഫലം മാത്രം മക്കൾക്ക് കൊടുക്കുക, ബാക്കി അവർ അധ്വാനിക്കട്ടെ. ഈശോയെ, അപ്പോൾ അവരും നിത്യജീവനായ ജീവന് വേണ്ടിയും സ്വന്തം ആത്മാവിന് വേണ്ടി അധ്വാനിക്കുവാൻ ആ മക്കളും പഠിക്കും. ഈശോയെ, നേരായ മാർഗത്തിൽ സഞ്ചരിച്ച് നേരായ പണമുണ്ടാക്കി നേരായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ പരിപാലന ഞങ്ങളുടെ മേൽ വർഷിക്കണമേ.